Hi students, today I am going to discuss the steps of incorporation of our module 1. Steps for incorporation. Steps for incorporation നമുക്ക് വേണ്ടുന്ന കുറച്ച് ഡോക്യുമെൻറ്റുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. INC1 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഫോർ റിസർവേഷൻ ഓഫ് നെയിം. ഓക്കെ, അതായത് നമ്മുടെ കമ്പനിക്ക് വേണ്ടുന്ന നെയിം അത് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫോമാണ് INC1. ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് ഫോമാണ്, ഒരു ഫോമാണ് അതെന്ന് പറയുന്നത്. ആൻഡ് ഹിയർ വി പ്രപ്പോസ് 6 നെയിം. ഈ ഒരു ഫോമിൽ നമ്മളൊരു 6 പേരോളം നമ്മൾ എന്ത് ചെയ്യും, പ്രപ്പോസ് ചെയ്യും. ഒരിക്കലും ആ പേരുകളെന്ന് പറയുന്നത്, പ്രപ്പോസ് ചെയ്യുന്ന നെയിം എന്ന് പറയുന്നത് ഒരു മതത്തെയോ മറ്റോ ഹേർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ ഡ്യൂപ്ലിക്കേഷൻ പാടില്ല, മറ്റൊരു കമ്പനിയുടെ പേരാകാനും പാടില്ല. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ 6 പ്രപ്പോസ്ഡ് നെയിംസ് വെക്കേണ്ടത്. അപ്പം INC1 ഇറ്റ്സ് എ ഫോം ദാറ്റ് ഈസ് എ form for the reservation of name. Here in this form we propose 6 names. Next, after the approval of a registrar of company within 60 days, ROC ഈ പ്രപ്പോസ്ഡ് നെയിംസിലൊന്ന് അപ്രൂവ് ചെയ്തതിന് ശേഷം ഒരു 60 ദിവസം സമയം തരും. അതിനുള്ളിൽ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോമുകൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മളിത് ഫയൽ ചെയ്യണം രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ. നമുക്ക് നോക്കാം വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫോമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. INC7 ഇൻകോർപ്പറേഷൻ റിക്വസ്റ്റ് ആണ് INC7 വരുന്നത്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കണം എന്നുള്ള റിക്വസ്റ്റ് ഫോമാണത്. പ്ലസ് അതിനോടൊപ്പം എന്ത് അറ്റാച്ച് ചെയ്യണം, മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അറ്റാച്ച് ചെയ്യണം. ഇനി INC8 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിക്ലറേഷൻ ബൈ പ്രൊഫഷണൽ ഹു ഇൻവോൾവ് ഇൻ ദ കമ്പനി ഇൻകോർപ്പറേഷൻ. അതായത് കമ്പനിയുടെ ഇൻകോർപ്പറേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊഫഷണൽ എന്ന് പറയുമ്പം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം, കമ്പനി സെക്രട്ടറി ആകാം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആകാം. അപ്പോൾ അവരുടെ ഡിക്ലറേഷനാണ് ഇവിടെ വരേണ്ടത് INC8. അവിടെ അവർ ഡിക്ലെയർ ചെയ്യേണ്ടത് ഈ കമ്പനി എന്ന് പറയുന്നത് നിയമപ്രകാരം ഫോം ചെയ്തേക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതുവരെ അവർ അബോളിഷൻ ഓഫ് ലോ, നിയമം തെറ്റിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിക്ലറേഷൻ ആര് നടത്തണം, കമ്പനിയുടെ ഇൻകോർപ്പറേഷനുമായിട്ട് സഹകരിച്ച ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കമ്പനി സെക്രട്ടറിയോ അഡ്വക്കേറ്റോ ഡിക്ലെയർ ചെയ്യണം. ദാറ്റ് ഈസ് ഇൻ INC8. ഇനി INC9 എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സിൻ്റെ ഡിക്ലറേഷനാണ് ഇവിടെ വരുന്നത്. INC9 വരുന്നത് ദാറ്റ്സ് ദേ ആർ നോട്ട് കൺവിക്റ്റഡ്. ഇതിനു മുമ്പ് കമ്പനി നിയമങ്ങൾ ഒന്നും തെറ്റിച്ചിട്ടില്ല, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ശിക്ഷകളൊന്നും അനുഭവിച്ച് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഡിക്ലറേഷനാണ് ഇവിടെ വരുന്നത് INC9. അപ്പോൾ INC9 ഇസ് ഡിക്ലറേഷൻ ബൈ പ്രൊമോട്ടേഴ്സ് ദാറ്റ് ദേ ആർ നോട്ട് കൺവിക്റ്റഡ് എന്നുള്ള ഒരു ഡിക്ലറേഷനാണ് ഇവിടെ വരേണ്ടത് INC9. നെക്സ്റ്റ് ഈസ് DIR3 ആൻഡ് DIR12. ഈ DIR3യും DIR12ഉം ഇറ്റ്സ് ഫോർ ഡയറക്ടേഴ്സ്. അവരുടെ പെർട്ടിക്കുലേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അവരുടെ കൺസെൻറ്റും അവരുടെ സമ്മതവുമാണ് ടു വർക്ക് ആസ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി എന്നുള്ള ആ ഒരു കൺസെൻറ്റുമാണ് എവിടെ വേണ്ടത്, DIR3 ആൻഡ് DIR12. ഇതെല്ലാം INC7നോടൊപ്പം അറ്റാച്ച് ചെയ്ത് ആരടുത്ത് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആരടുത്ത് ഫയൽ ചെയ്യണം, രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ ഫയൽ ചെയ്യണം. അപ്പം എന്താണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്, INC1 ഇറ്റ്സ് എ റിസർവേഷൻ, ഇറ്റ്സ് എ ഫോം ആണ്, റിസർവേഷൻ ഓഫ് നെയിം. ഹിയർ വി പ്രപ്പോസ് 6 names. After the approval of ROC, ROC gives 6-day time to the company for completing the balance formalities. അതിൽ നമ്മൾ ബാക്കി പ്രിപ്പയർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് INC7 ആണ്. INC7 ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ റിക്വസ്റ്റ് ഫോമാണ്. ആ റിക്വസ്റ്റ് ഫോമിനോടൊപ്പം നമ്മൾ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും അറ്റാച്ച് ചെയ്യണം. INC8 ഡിക്ലറേഷൻ, പ്രൊഫഷണലിൻ്റെ ഡിക്ലറേഷൻ ആണ്, ഹു ഇൻവോൾവ് ഇൻ ദ ഇൻകോർപ്പറേഷൻ സ്റ്റേജ് ദാറ്റ് ദ കമ്പനി ദ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ഈസ് ലോഫുൾ ആൻഡ് ദേ ഹാവ് നോട്ട് അബോളിഷ്ഡ് ദ ലോ.
Next, INC 9 declaration of promoters, that the promoters are not convicted. DIR 3 and DIR 12 is the form or the consent of directors, and their particulars is declared, or that is included in DIR 3 and DIR 12. Okay. ഇനി ഒരു ഫോം കൂടെ ഉണ്ട്, INC 2. അതെന്ന് പറയുന്നത് 1% കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഫോമാണ് INC 2 എന്ന് പറയുന്നത്. Incorporation stage. Incorporation of a company is a second stage in the formation of company. It refers to registration of the company under Companies Act 2013 or under any previous company law. അപ്പോൾ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ് ഫോർമേഷൻ ഓഫ് കമ്പനിയിലെ. ഫസ്റ്റ് സ്റ്റേജ് വി നോ ഇറ്റ്സ് പ്രമോഷൻ. സെക്കൻഡ് സ്റ്റേജ് ആണ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പനി എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ ആക്കുന്നു. ആൻഡ് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ: filing of necessary documents. Once the registrar of company approves the name of the company, the following documents have to be submitted with the registrar of company. നെയിം അപ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ നമ്മളത് സബ്മിറ്റ് ചെയ്യണം. Memorandum of Association, Article of Association, Statement of Authorized Capital. Memorandum of Association submit ചെയ്യണം, Article of Association, then Statement of Authorized Capital. കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എത്രയാണോ, അല്ലെങ്കിൽ റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ എത്രയാണോ അത്. ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് വിത്ത് ദെയർ നെയിംസ്, അഡ്രസ്സസ്, ഓക്കുപ്പേഷൻ ആൻഡ് ഏജ്. ഡയറക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. റിട്ടൺ കൺസെൻറ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ടു ആക്ട് ആസ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യാന്നുള്ള അവരുടെ കൺസെൻറ്റ്. We know what is the form for that. Next, notice of the address of the registered company. Registered companyയുടെ address. Next, a statutory declaration of documents stating that all the formalities relating to the formation of company are duly completed. Then ഒരു document നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അതിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം that all the formalities have been completed. Second step, payment of fee. Along with the filing of above document, the prescribed fees of registration also have to be deposited. The amount of registration fee depends on the amount of authorized capital. അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കറിയാം കുറേ ഫോമുകൾ നമ്മൾ കണ്ടായിരുന്നു. ഓരോന്നിനകത്തും ഓരോരോ ഡിക്ലറേഷൻസ് ആണ്. നെയിം അപ്രൂവൽ കിട്ടിയതിന് ശേഷം 60 ദിവസം സമയം തരും. അതിൽ നമ്മൾ കുറേ ഫോമുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഫയൽ ചെയ്ത് കൊടുക്കണം രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ. അതിനുശേഷം നമ്മൾ അതിനോടൊപ്പം ആ ഡോക്യുമെൻറ്റ്സിനോടൊപ്പം നമ്മൾ എന്തും കൂടെ സബ്മിറ്റ് ചെയ്യണം, ഫീസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. രജിസ്ട്രേഷൻ ഫീസും കൂടെ കൊടുക്കണം. ആ രജിസ്ട്രേഷൻ ഫീ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അനുസരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഫീസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, രജിസ്ട്രേഷൻ. The registrar of company verifies all documents submitted and he also checks the receipt of fee deposited. If he is satisfied with the validity and authenticity of the documents submitted, then the registrar enters the name of the company in his register. അപ്പം രജിസ്ട്രാർ ഓഫ് കമ്പനി എല്ലാ ഡോക്യുമെൻറ്റ്സും അതുപോലെ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഫീയും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇഫ് അതെല്ലാം വാലിഡ് ആണ് എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് തോന്നിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ നെയിം അവരുടെ രജിസ്റ്ററിൽ കോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ആഫ്റ്റർ എൻറ്ററിങ് ദ നെയിം ഓഫ് ദ കമ്പനി ഇൻ ദ രജിസ്റ്റർ, ദ രജിസ്ട്രാർ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഫ്രം ദിസ് ഡേറ്റ് ഓൺവേർഡ്സ് ദ കമ്പനി ഈസ് കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പം അത് നമ്മുടെ കമ്പനിയുടെ നെയിം അവരുടെ രജിസ്റ്ററിൽ പിന്നെ കോട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ പറയുന്ന ഡേറ്റ് മുതൽ ദ കമ്പനി കംസ് ഇൻ ടു ബീങ്, അല്ലെങ്കിൽ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറുകയാണ്. ഓക്കെ. അപ്പം വാട്ട് ആർ ദ സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ്റെ സ്റ്റേജ് എന്തൊക്കെയാണ്? 4 സ്റ്റേജസ് ആണ് വരുന്നത്. ഫയലിംഗ് ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്. ഫയലിംഗ് ഓഫ് നെസസറി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നെയിം അപ്രൂവൽ, അതായത് INC 1 നമ്മൾ രജിസ്റ്റർ നെയിമിനുള്ള റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഒരു 6 പേര് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നും രജിസ്ട്രാർ ഒരു നെയിം അപ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 60 ദിവസം സമയം തരുന്നു. സോ ആ സമയത്ത് നമ്മൾ നെസസറി ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. അതിന് കുറേ ഫോമുണ്ട്. INC 7, 8, DIR, പിന്നെ DIR 3, 12, INC 9, അങ്ങനെ കുറച്ച് ഫോമുകളുണ്ട്.
സോ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുകൂടാതെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടെ ഉണ്ട്, അതുമെല്ലാം സബ്മിറ്റ് ചെയ്യണം. വി ക്യാൻ ലുക്ക് ഇൻ ടു ദ നെസസറി ഡോക്യുമെൻറ്റ്സ്. ഫയലിംഗ് ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സിൽ എന്തൊക്കെയാണ് വേണ്ടത്? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഡയറക്ടേഴ്സിൻ്റെ ഫോം, അതായത് അവരുടെ ഡിക്ലറേഷൻ പ്ലസ് അവരുടെ ഡീറ്റെയിൽസ്, ദെൻ നോട്ടീസ് ഓഫ് അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് കമ്പനി, ആൻഡ് ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൾ ഫോർമാലിറ്റീസ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഫീസ്. അപ്പം ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ദെൻ രജിസ്ട്രേഷൻ, ഹിയർ ദ രജിസ്ട്രാർ വെരിഫൈ ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് എൻ്റർ ദ നെയിം ടു ദയർ രജിസ്റ്റർ. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേജ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ആഫ്റ്റർ എൻറ്ററിംഗ് ദ നെയിം ടു ദ രജിസ്റ്റർ ഓഫ് കമ്പനി, then he issue the certificate of incorporation. From the date specified in the certificate of incorporation onwards, the company become a separate legal entity.